وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. ഓക്കെ, നമുക്കിതിൽ 218 ആയത്തെടുക്കാം. ആയത്ത് നമ്പർ 218, 16, 17 കഴിഞ്ഞിട്ടുള്ള ആയത്ത്. ഇന്ന മണിക്കാനുണ്ട്, നൂനിന് ശദ്ദ് വന്നാൽ മണിക്കണം. ഇന്നല്ലദീന ആമനൂ, ഒന്നുകൂടെ. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ. ഒന്നുകൂടെ കൂട്ടിയോതാം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ. വജാഹദൂ ഫീ സബീലില്ലാഹി. ഉലൈക നീട്ടാനുണ്ടേ. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. യെസ്, ഒന്നും കൂടി ഓതാം, കൂടെ ഓതി നോക്കൂ. നമുക്ക് അവിടെ റഹ്മത്തല്ലാഹ് വരെ ഓതിപ്പോകാൻ പറ്റുമോ നോക്കാം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഇനി അത് പാരായണം ചെയ്യുമ്പോൾ യർജൂന റഹ്മത്തല്ലാഹി വരെ എത്തൂല്ലെങ്കിൽ നമുക്ക് ഉലൈകയിൽ നിർത്താം. എങ്ങനെ ഉലൈകയിൽ നിർത്തുക? പിന്നെ എങ്ങനെ എടുത്തോതുക? ഇങ്ങനെ ആവാം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക. സുക്കൂൻ കൊടുത്ത് നിർത്തുക. ഉലൈക. എന്നിട്ട് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് എന്ന് പറഞ്ഞു പോകണം. ഇനി ഉലൈകയിലും എത്തൂല, ഫീ സബീലില്ലാഹിയിലാണ് എത്തുക. അങ്ങനെയാണ് എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കാം. എവിടുത്തെ ഓതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്
അവിടെ സബീലില്ലാഹ് സുക്കൂൻ കൊടുത്തു. എന്നിട്ട് വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് എന്ന് പറഞ്ഞ് പോകണം. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ മുഴുവനായും അതിൻ്റെ ശരിയായ വിധത്തിൽ പാരായണം ചെയ്യാനും അർത്ഥതലത്തോടെ ബോധ്യത്തോടുകൂടെ വായിക്കുവാനും പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മുത്തഖീങ്ങളായി മരിച്ചു പോകുവാനും സ്വർഗം അനുഭവിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 218, 219 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് 218-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, തീർച്ചയായും വിശ്വസിക്കുകയും വല്ലദീന ഹാജറു ഹിജറ പോവുകയും വജാഹദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും സമരം ചെയ്യുകയും ചെയ്തവർ ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം അല്ലാഹു അവസാനിപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഒന്ന് വിശ്വാസം, ഈമാൻ. ഇന്നല്ലദീന ആമനു, വിശ്വസിക്കുകയും വല്ലദീന ഹാജറു, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം കൈയൊഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഹിജറ പോവുക. അത് ഈമാനുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസികളായ മക്കയിലെ സഹാബത്ത് അവരുടെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് ഹിജറ പോയത്. വീടും സ്വത്തും കുടുംബവും എല്ലാം ദുനിയാവിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉപേക്ഷിച്ചാണ് അവർ മദീനയിലേക്ക് ഹിജറ പോയത്. ഇത് അന്ന് മാത്രമല്ല, അങ്ങനെ ദീനിന് വേണ്ടി ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ദീനിന് വേണ്ടി അങ്ങനെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമോ ആ ത്യാഗങ്ങൾ സഹിക്കുക. ചിലപ്പോൾ നാട് വിടേണ്ടി വരും, ചിലപ്പോൾ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എല്ലാം എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യുക. അത് പല വഴിക്കുണ്ടാവും. നമ്മുടെ സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യേണ്ടി വരും, ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യേണ്ടി വരും. നമ്മുടെ സാധ്യമായ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൂടെയൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ജിഹാദ്. നമ്മുടെ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദുണ്ട്, അതേപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ജിഹാദുണ്ട്. അങ്ങനെ ഒരുപാട് ജിഹാദിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. ആ വശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുക. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാരണം, അങ്ങനെ ഹിജറ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അതാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം പറയുന്നത്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇങ്ങനെ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഹിജറ പോവുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എല്ലാ തരത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളും നടത്തുകയും ചെയ്ത ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അരുതായ്മകളോ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ചില സഹാബികളെ സംബന്ധിച്ച് തന്നെ ചില പരാതികളുമായി വന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നത്,
അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്ത ആളല്ലേ, അദ്ദേഹം ഹിജറ വന്ന ആളല്ലേ, മുഹാജിറല്ലേ എന്നാണ്. അതൊക്കെ അവർക്ക് മാപ്പാക്കി കൊടുക്കുക. അള്ളാഹു തന്നെ മാപ്പാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്നാണ്. അപ്പം അങ്ങനെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗ പരിശ്രമങ്ങൾ ചെയ്ത ആളുകൾ, അവർക്കുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചാലും അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കും എന്ന ഒരു ആശ്വാസമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ ഖംർ, മദ്യത്തെ സംബന്ധിച്ച്, വൽ മൈസിർ, ചൂതാട്ടത്തെ സംബന്ധിച്ച്. ഇത് രണ്ടും അറേബ്യൻ സമൂഹത്തിൽ നടമാടിയിരുന്ന വലിയ പാപങ്ങളായിരുന്നു. നമുക്ക് അറബികളെ സംബന്ധിച്ചിടത്തോളം ഖംർ, മദ്യം എന്നത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. അത് അവരുടെ സാമൂഹ്യമായ, സാമ്പത്തികമായ, വ്യക്തിപരമായ ജീവിതത്തെ മുഴുവനും ചൂഴ്ന്നു നിന്നിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു മദ്യ വ്യവസായം എന്നത്. അപ്പോൾ മദ്യത്തെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഒരു മൈസൂർ, അതുപോലെ തന്നെ ചൂതാട്ടം. ചൂതാട്ടം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഈ പണം സമ്പാദിക്കാവുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ മൈസിർ എന്ന ഗണത്തിൽപ്പെടും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചൂതാട്ടം ഇപ്പോൾ നമ്മളെ ഭാഗ്യക്കുറിയെപ്പോലെ നമുക്കതിൽ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലല്ലോ. നമ്മളൊരു 100 റുപ്യ അല്ലെങ്കിൽ 200 റുപ്യ കൊടുത്തിട്ട് കോടികൾ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ എന്തൊക്കെയുണ്ടോ അതിന് പുതിയ പേരുകളിട്ടാലും അതൊക്കെ മൈസൂരിൽപ്പെടും. അതുപോലെ ഖംർ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന കള്ള് മാത്രമല്ല, ഖംർ എന്ന് പറഞ്ഞാൽ മറക്കുന്നത് എന്നാണ്. നമുക്കറിയാം, നമ്മൾ സ്ത്രീകൾ തലമറക്കുന്ന മുഖമക്കനക്ക് അറബിയിൽ ഖിമാർ എന്നാണ് പറയുക. ഖിമാർ എന്ന് പറഞ്ഞാൽ മറക്കുന്ന സംഗതി എന്നാണ്. അതുപോലെ നമ്മുടെ ബുദ്ധിയെ മറക്കുന്ന, നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖംറിൽപ്പെടും. അപ്പോൾ പുതിയ പല പേരുകളുണ്ടല്ലോ ഇപ്പോൾ, ഡ്രഗ്സുകൾ, അതൊക്കെ ഈ ഖംറിൻ്റെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന, മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന, അതുപോലെയുള്ള എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെ ഖംറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ മദ്യമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെ എന്തൊക്കെ മനുഷ്യനെ ലഹരി ബാധിതനാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിഷിദ്ധമാണ്. അത് കൊണ്ടുപോകുന്നവനും അതിൻ്റെ സാക്ഷിയും അത് വിൽക്കുന്നവനും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശാപത്തിന് വിധേയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് കേട്ടത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, കുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, പറയുക അവ രണ്ടിലും ഉള്ള പാപമാണ് വലുത്. വമനാഫിഉ ലിന്നാസ്, ഇസ്മു കബീർ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. പക്ഷെ വൈസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അവ രണ്ടിൻ്റെയും പാപമാണ് അതിലുപകാരത്തെക്കാളും ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ഒരു സംഗതിയിൽ എന്തെങ്കിലും ചെറിയ മെച്ചങ്ങളുണ്ടാകും. അപ്പോൾ മദീനയിലെ മദ്യ വ്യവസായം കൊണ്ട് മദീനയ്ക്ക് ചില സാമ്പത്തികമായ പുരോഗതികളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാമല്ലോ, മദ്യ വ്യവസായമാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ തന്നെ വലിയൊരു ഭാഗം മദ്യ വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന എല്ലാ ഭരണകൂടങ്ങളും അത് നിരോധിക്കുമെന്ന് പറയാമെന്നല്ലാതെ മദ്യം സമ്പൂർണ്ണമായി ഇവിടെ നിരോധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. ഏത് ഗവൺമെൻറ് വരികയാണെങ്കിലും അത് വലതായാലും ഇടതായാലും ഒക്കെ ഈ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിന് മൗനാനുവാദം നൽകുകയോ ചെയ്യുന്ന സമീപനമാണ്. കാരണം അതാണ് വലിയൊരു വരുമാന മാർഗം. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അതിൽ നിന്ന് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്, വരുമാനമൊക്കെ ഉണ്ടാവും. പക്ഷേ വിസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിൻ്റെ ഉപകാരങ്ങൾ എത്രയുണ്ടായാലും അതിൻ്റെ പാപങ്ങളാണ്, അത് മുഖേന ഉണ്ടാകുന്ന ഒരുപാട് തിക്തമായ അനുഭവങ്ങളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്.
മദ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെയും കുടുംബത്തെയും എല്ലാം ബാധിക്കുന്ന വലിയൊരു തിന്മയാണ്. ഒരു മദ്യപാനി ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ കുടുംബ ബന്ധം തകരുന്നു, ദാമ്പത്യ ബന്ധം തകരുന്നു, മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം, അതേപ്രകാരം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ അയാളുണ്ടാക്കുന്ന ഒരുപാട് അനിഷ്ടങ്ങൾ നമുക്കറിയാം. ഇന്നിപ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ആളുകൾ കാട്ടിക്കൂട്ടുന്നത്. സ്വന്തം അച്ഛനെപ്പോലും അമ്മയെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ആളുകൾ. എന്താണ് അവർക്ക് പ്രേരകമാകുന്നത്? ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളാണ്. അങ്ങനെ ഏത് തോന്നിവാസങ്ങൾ നമുക്കറിയാം. ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് വളരെ ദാരുണമായി കൊന്നത്, അതിൻ്റെയൊക്കെ പ്രേരകം ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്നുകളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അത് നിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ വൈസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അത് മുഖേനയുണ്ടാകുന്ന തിക്തഫലങ്ങൾ, അത് മുഖേനയുണ്ടാകുന്ന പാപങ്ങൾ, എന്തൊക്കെ തിക്തഫലങ്ങളാണ് അത് മുഖേന ഉണ്ടാകുന്നതെന്ന് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഉപകാരത്തെക്കാളും ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം. മദ്യം എന്ന് പറയുന്നത് അറേബ്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഏറ്റവും അവർക്കൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യം പടിപടിയായി 2-3 ഘട്ടങ്ങളായിട്ടാണ് ഇസ്ലാം നിരോധിക്കുന്നത്. ഇവിടെ അള്ളാഹു അതിൻ്റെ പാപം, അതിൽ മുഖേന ഉണ്ടാകുന്ന പാപമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് അതിൽ നിന്നുമായി നിങ്ങൾ നമസ്കാര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അത് മദ്യം കഴിച്ചുകൊണ്ട് നിങ്ങൾ പോകരുതെന്ന് പറയും. പിന്നീടാണ് പറയുന്നത് ഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നില്ലേ. ആ വചനം അവതരിപ്പിച്ചതോടുകൂടി സഹാബത്ത് ആ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ കഴിച്ചിരുന്ന മദ്യം തൻ്റെ വായിൽ കൈയിട്ട് കൊണ്ട് പുറത്തേക്ക് ഛർദ്ദിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മദീനയിലെ തെരുവുകളിലൂടെ മദ്യത്തിൻ്റെ വലിയ പാനപാത്രങ്ങൾ ഒഴുകി നദി പോലെ ഒഴുകിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മദ്യത്തോട് അവർ പൂർണ്ണമായും രാജിയാകുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അനുഭവം നമുക്ക് സഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അത് എല്ലാ തരത്തിലുള്ള മദ്യവും ചൂതാട്ടവും നിഷിദ്ധമാണ് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സലൂനക മാദാ യുൻഫിഖൂൻ, തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണ് ചെലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു. ഖുലിൽ അഫ്വ, മിച്ചമുള്ളത് നിങ്ങൾ ചെലവഴിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം നിങ്ങൾക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ഇവിടെ എന്താണ് ചെലവഴിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കുലിൽ അഫ്വ, മിച്ചമുള്ളത്, അഥവാ നമ്മുടെ നമ്മുടെ ചെലവുകൾ കഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത് ഈ അഫ്വ കുലിൽ എന്തൊക്കെ കാര്യത്തിൽ ചെലവഴിക്കണമെന്നതിന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒന്നാമത്തേത് നമ്മളെ ഏറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, അവർക്കാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് ചെലവഴിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അള്ളാഹു അപ്രകാരം ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഗതികളായ അശരണരായ പാവപ്പെട്ടവരായ ആളുകൾക്ക് നൽകുന്ന സമ്പത്ത് അതൊരിക്കലും വൃഥാവിലാവുകയില്ല എന്നും അതിന് നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നും ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളാകുവാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني
فإني قريب أجيب دعوة